രാത്രിയിൽ ഗോവ തെരുവുകളിൽ നടക്കുന്നത് എന്താണെന്നറിയാവോ? ഞങ്ങൾ ഗോവയിലൂടെ നടക്കുകയാണ് രാത്രിയിൽ. ചെന്നെത്തിപ്പെട്ടത് ഗോവയിലെ ഒരു പ്രധാന ബീച്ചിലേക്കാണ്, കാൻഡിലം ബീച്ച്. ഇവിടെ നടക്കുന്നതും ഇന്ന് നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കാൻ പോവുകയാണ്. രാത്രിയിൽ ഗോവ തെരുവുകളിലും ബീച്ചുകളിലും നടക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. കാൻഡിലം ബീച്ചിലെത്തിയിട്ടുണ്ട് ഞങ്ങൾ. അമ്മയ്ക്കൊക്കെ പറ്റിയ സുഖമായിട്ട് എനിക്ക് ഗോവയിലെ മറ്റൊരു കിടിലൻ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ ബാഗ ബീച്ചും അതുപോലെ തന്നെ കലാഗുഡ് ബീച്ചിലും ഞങ്ങൾ പോയിട്ട് തിരിച്ചു പോകുന്ന കാഴ്ചയാണിത്. നമ്മളപ്പം ആ ദിവസത്തെ കാഴ്ചകൾ കണ്ടു. 6 മണിയായപ്പോൾ ഞങ്ങൾ നേരെ നമ്മൾ താമസിക്കുന്നിടത്തേക്ക് പോയി. ആ പോകുമ്പം വഴിയിലൂടെ കാണുന്ന കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് പങ്കുവച്ചിരിക്കുന്നത്. ആ വീഡിയോ കാണാത്തവർ ഒന്ന് കയറി കണ്ടോളൂ. ഗോവയിലെ കിടിലൻ കാഴ്ചകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ബീച്ചായ ബാഗ ബീച്ചിലെയും കലാഗോട്ട് ബീച്ചിലെയും കാഴ്ചകളായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തത്. പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റൂമിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. അവിടുത്തെ കുറച്ച് അർമാദിക്കലാണ്. ഇവിടെ നമുക്ക് എത്ര നേരം വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ നമുക്ക് യൂസ് ചെയ്യാം. അതിന് ഇത്ര സമയമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഒരുപാട് നേരം സ്വിമ്മിംഗ് പൂളിലായിരുന്നു. കാണിക്കോ? ചെമ്പ് ഞങ്ങളൊന്നും അത്ര നീന്തൽ പരിചയമുള്ള ആൾക്കാരല്ല. ഞാൻ കുറച്ചൊക്കെ സ്വിമ്മിംഗ് പൂളിൽ നീന്തിയിട്ടുണ്ട്. അതുപോലെ സിഗ്മേഷിൻ്റെ വൈഫും നീന്തും. പക്ഷേ മക്കൾക്കോ അല്ലെങ്കിൽ എൻ്റെ വൈഫിനോ നീന്തലൊന്നും അത്ര പരിചയമില്ല. പക്ഷേ വെള്ളത്തിൽ കളിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അതുതന്നെയാണ് ഞങ്ങളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നിന്ന് കയറിയപ്പോഴേക്കും മോൾക്ക് അത്യാവശ്യം വെള്ളത്തിൽ കണ്ടോ നീന്തി ശീലമാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി 1-2 പ്രാവശ്യം കൂടെ അവളെ വെള്ളത്തിൽ ഇറക്കണം, അങ്ങനത്തെ സ്വിമ്മിംഗ് പൂളിൽ ഇറക്കണം. ഞങ്ങൾ അടുത്തൊരു യാത്ര നടത്തുന്നുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും നീന്തലൊക്കെ ശരിയാക്കി എടുക്കണം. സിഗ്മേഷിൻ്റെ മോന് വെള്ളത്തിൽ നിന്ന് കയറാനേ തോന്നുന്നുണ്ടായിരുന്നില്ല. അവസാനം വലിച്ചു കയറ്റേണ്ടി. നീന്തൽ പരിപാടിക്ക് ശേഷം ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോകാനുള്ള പരിപാടിയാണ്. രാത്രിയിൽ നമുക്ക് ഗോവ തെരുവുകളിലൂടെ ഒന്ന് നടന്നു നോക്കാം. നമ്മൾ താമസിക്കുന്ന ഹോട്ടലാണ് ഷാലോ. ഞങ്ങൾ നൈറ്റിലൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, ആ ബീച്ചിൽ പോകുന്നു. പിന്നെ ഇതിലൊക്കെ കറങ്ങി നടക്കുകയാണ്. ഈ വീഡിയോ പിടുത്തം കൊണ്ട് 2 ആവശ്യങ്ങളാണുള്ളത്. ഒന്ന്, നമുക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. രണ്ടാമത്, നമുക്ക് തിരിച്ചു വരുമ്പോൾ വഴി തെറ്റിയാൽ നമുക്ക് നോക്കിയാലേ പറ്റും. നല്ല കിടിലൻ കാഴ്ചകളാണ് ഗോവ തെരുവുകളിലൂടെ നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ലൈറ്റൊക്കെ ഇട്ടിട്ട് ഗോവയുടെ മറ്റൊരു മുഖം കാണാനായിട്ട് കഴിയും.
ഗോവയിലെ രാത്രിയിൽ മറ്റൊരു മുഖമാണുള്ളത്. അതാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. പയ്യെ പോയാൽ മതിയല്ലോ. നിങ്ങൾക്ക് വണ്ടി വരും, നോക്കി കയറി. എനിക്ക് മാത്രം പർച്ചേസിനോട് അത്ര താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മുടെ കൂടെയുള്ള എല്ലാവരും സാധനങ്ങൾ വാങ്ങാനായിട്ട് കറങ്ങി നടക്കുകയാണ്. എന്തൊക്കെ വാങ്ങോ എന്തൊക്കെ നടക്കോ എന്നൊന്നും അറിയില്ല. രാത്രിയിൽ ഗോവ തെരുവുകളിൽ നടക്കുന്നത് എന്താണെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കയറുന്നുണ്ടാ? നോക്കിപ്പോ. ഗോവ തെരുവുകളിലൂടെ ഒരു നൈറ്റ് വാക്കിംഗ് ആണ് ഞങ്ങൾ. ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. പക്ഷേ മുടിഞ്ഞ പ്രൈസാണ്. നമ്മളവിടെ തന്നെ കാട്ടി 3 ഇരട്ടി 4 ഇരട്ടി പൈസയാണ് ഓരോന്നിനും. ഗോവയിൽ ഷോപ്പിംഗ് നടത്താനൊക്കെ പറ്റും. നല്ല റേറ്റാണ്. ഭയങ്കരമായിട്ട് ബാർഗെയിൻ ചെയ്യണം. പക്ഷേ നമുക്ക് ഹിന്ദി അത്ര വശമില്ലാത്തതുകൊണ്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാനായിട്ട് കഴിയില്ല. അതൊരു വലിയ പ്രോബ്ലമാണ്. ഇതൊരു ചാപ്പലാണ്. ചാപ്പൽ എന്ന് വെച്ചാൽ കുരിശുപള്ളി പോലത്തെ ഒരു സ്ഥലം, ക്രിസ്ത്യൻസിൻ്റെ. ഇവിടെ ഒരുപാട് പള്ളികളും കാര്യങ്ങളൊക്കെ ഈ ഗോവയിലുണ്ട്. ഞങ്ങൾ നാളെ മെയിനായിട്ടും പള്ളികളിലാണ് കറങ്ങാൻ പോകുന്നത്. ഇതിപ്പോൾ നോർത്ത് ബീച്ചിലാണ് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാളെ സൗത്ത് ബീച്ചിലാണ് നമ്മുടെ കാഴ്ചകൾ. അത്യാവശ്യം നല്ല ഷോപ്പിംഗ് നടത്താൻ പറ്റിയ സ്ഥലം കൂടിയാണ് കേട്ടോ നമ്മൾ ഈ പോകുന്ന ഏരിയ. ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെയൊക്കെ ഇനിയും നടക്കാൻ പോകുന്നത് എന്താ വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ നല്ല ഗസൽ ഗാനങ്ങളുണ്ടാവും. അത് കേട്ടുകൊണ്ട് ലൈവായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. ഒരുവിധം എല്ലാ ഹോട്ടലുകളിലും DJ പാർട്ടി, അതുപോലത്തെ ഇങ്ങനത്തെ ഗസൽ, അതേപോലത്തെ നല്ല പാട്ടുകാരുണ്ടാവും. അവർ ലൈവായിട്ട് പാട്ട് പാടും. നമുക്കത് ആസ്വദിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പറ്റും. ഒരുപാട് സാധനങ്ങൾ വിൽക്കുന്ന കടകളുണ്ട്. അതുപോലെ തന്നെ നല്ല വിലയുണ്ട്. എന്താ പൈസ കൂടുതലല്ലേ എല്ലാത്തിനും? ഒരിക്കലും നോർത്ത് ഗോവ പോയിട്ടൊരു സാധനം വാങ്ങിക്കരുത്. പൊട്ടി പോകും നിങ്ങൾ. തിരിച്ച് ട്രെയിനിലേക്ക് പോകാനുള്ള കാശുണ്ടാവില്ല. നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ക്വാളിറ്റി എന്ന് പറയുന്നത് കിച്ചനൊക്കെ ഉണ്ടായിരുന്നു. 40 രൂപയൊക്കെ. ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങള്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഒരു വേറെ ലെവലാണ് കേട്ടോ. നമ്മൾ കാൻഡിലും ബീച്ചിലോട്ട് പോണേ. അതെവിടെയാ? ഇതൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന കടകളാണ്. 2 സൈഡിൽ കടകളുണ്ട്. അത് നോക്ക്, ആ കാണുന്നതേ ഒരു ആൽമരമാണ്. അതിലാണ് ലൈറ്റുകൾ ഇട്ടേക്കുന്നത്. നല്ല രസമുണ്ട്. ഗോവയിലെ തെരുവോരങ്ങളിലൂടെ ഞങ്ങൾ തേരപ്പാര നടക്കുകയാണ്. ഷോപ്പിങ്ങിനാണെന്നാണ് പേര്. പക്ഷേ ഷോപ്പിംഗ് ഒന്നും നടക്കാൻ തോന്നിയില്ല. അത്രയ്ക്ക് റേറ്റാണ്. പിന്നെ ബാർഗെയിൻ ചെയ്യണം. ഹിന്ദിയിൽ ബാർഗെയിൻ ചെയ്യാനും അറിയില്ല. സമീപം
കുട നല്ല രസത്തില് കണ്ടോ. എടുക്കാൻ പറ്റാം. നമ്മളിങ്ങനെ പോകുമ്പോഴേ വഴിക്കൊരാൾ കിടക്കുന്ന വൈൻ ഷോപ്പുകളും മദ്യഷാപ്പുകളും ഇഷ്ടത്തിനാണ് ഇവിടെ. മുക്കിന് ഒരുപാട് ഷോപ്പുകളുണ്ട്. പക്ഷേ കുടിവെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതാണ് ഗോവയുടെ ഒരു പ്രത്യേകത. കാറ്റു മൊത്തം റെസ്റ്റോറൻറ്റുകളൊക്കെ ഈ ഒരു വൈബിലുണ്ടാവും. ചില റെസ്റ്റോറൻറ്റുകളിൽ നേരത്തെ ഗസൽ പാട്ടുകളൊക്കെ തുടങ്ങും കേട്ടോ. ഹിന്ദിയിലാണ്, നല്ല രസമുള്ള പാട്ടുകളാണ് പാടിക്കൊണ്ടിരിക്കുക. പക്ഷെ സമയം പോകണ അറിയില്ല. ശരിക്കും ഗോവയിൽ നടക്കുന്നതേ പകൽക്കൊള്ള പോലത്തെ സംഭവമാണ്. അതെനിക്ക് ലെതർ ഷൂവിൻ്റെ കടയിലെത്തിയപ്പോൾ മനസ്സിലായത്. ഇവിടെ ലെതർ ഉൽപ്പന്നങ്ങൾ മാത്രമാണുള്ളത്. പക്ഷേ കഴുത്തറപ്പൻ ചാർജാണ് ഇവിടെ ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ലെതർ ഷോപ്പിൻ്റെ മുന്നിലാണ്. ഇവിടുത്തെ മിനിമം റേറ്റ് വരുന്നത് 2000 രൂപയൊക്കെ. ഞാനിത് പറയാൻ കാരണം ഞാനൊരു 10 വർഷം ലെതർ ഷോപ്പിൽ വർക്ക് ചെയ്തതാണ് കോഴിക്കോട്. അവിടെ ഏറ്റവും കൂടിയ റേറ്റ് വരുന്നത് 2000 ആണ്. കോഴിക്കോട് ലെതർ മാത്രം വിൽക്കുന്നൊരു കടയുണ്ട്, ലൂയിസ് വുഡ്സ് എന്ന് പറഞ്ഞിട്ട്. ഞാൻ അവിടെ ഒരു 10 വർഷം വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ ലെതറിൻ്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം റേറ്റ് വരുന്നത് 2000-3000 ഒക്കെയാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 2000 രൂപയിലാണ്. വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇവിടെ അധികം സഞ്ചാരികളാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇവിടെ വന്ന് ഇന്നെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ കസ്റ്റമറെ വേണമെന്നില്ല. ഇതുണ്ടോ, ഇതൊക്കെ നല്ല കിടിലൻ സംഭവങ്ങളാട്ടോ. നല്ല മെറ്റലിൻ്റെ സാധനങ്ങളും മുത്തുകളൊക്കെ. വേണ്ട അത്രയ്ക്കൊന്നും ഇതില്ല. അപ്പം എനിക്ക് ഞാൻ ലോക പിസ്കി പപ്പനെക്കാട്ടി ഒരു പിസ്കി എനിക്കത് ഇഷ്ടമായി. നീ എപ്പോഴാണ് വഴി അറിയാം നിനക്ക്. ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട്, കാൻഡിലം ബീച്ച്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നിട്ടിരിക്കുകയാണ്. ഷോപ്പിങ്ങും അതേപോലെ തന്നെ നടത്തവും. ഷോപ്പിംഗ് മിക്കവാറും നടക്കും തോന്നിയില്ല, പക്ഷേ ബീച്ച് പോക്ക് നടക്കും. കുടിക്കാൻ വേണം. അതാ അപ്പം ഇവിടെയും ഉണ്ട് അതേ മാല. ഓവൻ സ്വീറ്റ്. ഈ 5 ബോക്സിന് 200. 5 ബോക്സ് 200. ഞങ്ങളൊരു 5 ബോക്സ് സ്വീറ്റ്സ് വാങ്ങി 200 രൂപയ്ക്ക്. 300 മീറ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര? അത് സിക്കുമാമ്പ പറഞ്ഞ എന്താ സിക്കുമാമ്പ അങ്ങനെയൊന്നും ചോദിക്കൂ. കാണിക്കണ്ട്. അത്ര ഞങ്ങളങ്ങനെ നടന്ന് കാൻഡിലം ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ ഞങ്ങൾ ഈ ബീച്ചിലാണ് പോകുന്നത്, കാൻഡിലം ബീച്ച്. ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട ബീച്ചാണ് കാൻഡിലം ബീച്ച്. നമ്മളിപ്പം നടന്ന് കാൻഡിലം ബീച്ചിലോട്ട് എത്തിയിരിക്കുകയാണ്. നല്ല രാത്രി വൈബുള്ള ഒരു ബീച്ചാണ്. ഇതുണ്ട്, പോണ വഴിക്ക് നല്ല 2 കിടില സാധനങ്ങൾ. ഞങ്ങൾ താമസിക്കടുത്ത് നിന്നും ഇങ്ങോട്ടൊരു 1.5 കിലോമീറ്റർ ദൂരമാണ് ഈ കാൻഡിലം ബീച്ചിലോട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം നടന്നുകൊണ്ടിരുന്നത് കാൻഡിലം ബീച്ചിലോട്ടുള്ള വഴിയായിരുന്നു. അപ്പം കുറച്ച് ഷോപ്പിംഗ് സ്ഥലങ്ങളൊക്കെ ആ വഴിക്കുണ്ട്. കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ സിക്മേഷും വൈഫൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഞാനൊന്നും വാങ്ങിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. രാത്രിയിൽ ഈ ബീച്ചിലൊക്കെ എത്തിയാലേ എന്താ നടക്കുന്നത് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ മുഴുവൻ കാണണം, സ്കിപ്പ് ചെയ്യരുത്. കൂടെ ഒന്ന് ലൈക്ക് അടിച്ചോളൂ. അതുപോലെ തന്നെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. രാത്രിയിൽ ബീച്ച് നല്ല കിടിലായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ലൈറ്റുകൾ കൊണ്ട്. ഒരുപാട് പേര് സെൽഫിയും വീഡിയോയും ഒക്കെ എടുക്കുന്നുണ്ട്. അതുപോലെ DJ പാർട്ടിയൊക്കെ ഇവിടെ നടക്കുന്ന ഒരു ബീച്ചാണ് ഈ ബീച്ച് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രധാന പരിപാടി എന്താ വെച്ചാൽ ഫുഡാണ്. ഫുഡിൻ്റെ ഒരു 5:30 കളിയാണ്. അത്രയ്ക്ക് സംഭവമാണ് ഇവിടെ ഫുഡിന്. മണലിൽ ലൈറ്റ് പതിച്ചപ്പോൾ ഉള്ള കാഴ്ചയാണത് കേട്ടോ. നല്ല കളർഫുൾ മണൽ. അതുപോലെ തന്നെ നല്ല LED ബൾബ് കൊണ്ടൊക്കെ നല്ല അണിയിച്ചൊരുക്കുന്നുണ്ട്. അതുപോലെ ഈ കസേരയിലൊക്കെ ഇരിക്കണമെങ്കിൽ നമുക്ക് പൈസ കൊടുക്കണം.
ഒരുപാട് കസാരകളും അതുപോലെ തന്നെ കുടയൊക്കെ ഉണ്ട്. അതിൻ്റെ വീട്ടിൽ നമുക്ക് ഇരിക്കാം, പക്ഷേ ക്യാഷ് കൊടുക്കണം. ഈ ബീച്ചിൻ്റെ പേര് ഒന്നുകൂടി ഞാൻ പറയാം, കാൻഡിലം ബീച്ചാണിത്. ഗോവയിൽ, നോർത്ത് ഗോവയിലെ ഒരു പ്രധാന ബീച്ചാണ്. മറ്റുള്ള ബീച്ചുകളിലെ പോലെ അല്ല ഇവിടെ നല്ല തിരമാല അടിക്കുന്നുണ്ട് രാത്രിയിൽ. തിരമാലകൾ ആർത്തലച്ച് വരികയാണ് രാത്രിയിൽ. അത് ഈ ലൈറ്റിൻ്റെ വെട്ടത്തിൽ കാണാൻ നല്ല വേറൊരു ലെവലാണ് കേട്ടോ. ഞങ്ങൾ കടലിൻ്റെ കാഴ്ചയും ബീച്ചിൻ്റെ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് കുറച്ച് മുന്നോട്ട് നടന്നു. ഞാനും മോളുമാണ് നടന്നത്, ബാക്കി എല്ലാവരും അവിടെ നിൽക്കുകയാണ്. പൈസ കൊടുക്കണം, പൈസ കൊടുക്കണം ഇരിക്കുന്നതിന്. ബീച്ചിൽ ഇരുന്നോ. അവിടെ തിന്നാനില്ല, തിന്നാൻ നമുക്ക് വാങ്ങി തരും. ഇവിടുന്നല്ല, നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകല്ലേ. ഇവിടെ ചെടി ഇവിടെ ഇവിടെ ഫുള്ളായിട്ട് ബിയറാണ്. ഈ നോക്ക് എല്ലാവരും മുന്നിൽ എന്താ ഉള്ളത് നോക്കി. ഈ ബീച്ചിൽ അതാ കിട്ടില്ല. കാൻഡിലം ബീച്ച് എന്ന് പറഞ്ഞാലേ നമുക്ക് വേണമെങ്കിൽ കാൻഡിൽ നൈറ്റ് ഡിന്നർ നടത്താം. അതായത് മെഴുകുതിരി നമ്മുടെ മുന്നിൽ കത്തിച്ച് വെച്ചുകൊണ്ടൊക്കെ നമുക്ക് ഫുഡ് കഴിക്കാം. അതിന് പ്രത്യേക ചാർജൊക്കെ വരും. ഞങ്ങൾ അതിനൊന്നും നിന്നില്ല, അല്ലാതെ തന്നെ ഫുഡ് കഴിക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇവിടെ നിന്നും കഴിച്ചതേ തന്തൂരി ചിക്കനും ബട്ടർ നാനുമാണ്. കുറച്ച് കത്തി റേറ്റാണ്. 8 പീസ് ഉണ്ടാവും തന്തൂരി ചിക്കന്, 750 രൂപ. പിന്നെ ബട്ടർ നാൻ. പക്ഷെ അതിൽ നമ്മൾ കഴുത്തറുത്തത് അതൊന്നും അല്ല കേട്ടോ, ഇവിടുത്തെ വെള്ളമാണ്. ഒരു കുപ്പി വെള്ളത്തിന് 50 രൂപയാണ്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് വേറൊരു വൈബാണ്. അപ്പോൾ ഗോവയിൽ വന്നിട്ട് ഇതൊക്കെ നമ്മൾ ആസ്വദിക്കണമല്ലോ. നല്ല പ്ലേറ്റാ. എല്ലാരും കഴിച്ചിട്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ മിനറൽ വാട്ടർ. 18 രൂപയാണ് ഇതിൻ്റെ MRP. നമ്മളിതിന് കൊടുത്ത റേറ്റ് പറയുന്നത് 50 രൂപയാണ്. ഗോവയിൽ വരുമ്പം ഇങ്ങനത്തെ കാര്യങ്ങളോട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഗോവ ബീച്ചിലൊക്കെ രാത്രിയിൽ വന്നാൽ നടക്കുന്നത്. പക്ഷെ നമ്മൾ കാണാത്ത ഒരുപാട് കാഴ്ചകൾ വേറെയും ഉണ്ട്. ഞങ്ങളങ്ങനെ കാൻഡിലം ബീച്ചിൽ നിന്നും തിരിച്ചു പോവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. ഇനിയുള്ള കാഴ്ചകൾ നാളെ കാണാം. അതുവരേക്കും ബൈ ബൈ.